തമിഴ്നാട്ടിലെ രാഷ്ട്രീയ ചരിത്രത്തിൽ അത്ഭുതപൂർവമായ ഒരു മാറ്റത്തിനാണ് രാജ്യം ഇപ്പോൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. ദീർഘകാലമായി തമിഴകത്തെ പ്രബല ദ്രാവിഡ കക്ഷിയായ DMK, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും തമ്മിലുണ്ടായ രാഷ്ട്രീയ കൂട്ടുകെട്ട് ഒടുവിൽ ഔദ്യോഗികമായി അവസാനിച്ചിരിക്കുന്നു. ചെന്നൈയിൽ ചേർന്ന മുസ്ലിം ലീഗിന്റെ തമിഴ്നാട് സംസ്ഥാന ജനറൽ കൗൺസിൽ യോഗത്തിൽ അവതരിപ്പിച്ച 14 പ്രമേയങ്ങളും ഏകകണ്ഠമായി പാസാക്കിയതോടെയാണ് 6 പതിറ്റാണ്ടിലേറെ നീണ്ടുനിന്ന ഈ ചരിത്ര സഖ്യത്തിന് വിരാമമായത്. തമിഴ്നാട്ടിൽ നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യത്തിൽ DMK നയിക്കുന്ന സെക്യുലർ പ്രോഗ്രസീവ് അലയൻസിൽ തുടർന്നു പോകാൻ പാർട്ടിക്കാകില്ലെന്ന് ലീഗ് നേതൃത്വം പരസ്യമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. തെന്നിന്ത്യൻ സിനിമാ ലോകത്തു നിന്നും രാഷ്ട്രീയത്തിലേക്ക് ചുവടുവെച്ച് ചുരുങ്ങിയ കാലം കൊണ്ട് അധികാരം പിടിച്ചെടുത്ത ദളപതി വിജയ് നയിക്കുന്ന തമിഴക വെട്രി കഴകം സർക്കാരിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ലീഗ് പുതിയ രാഷ്ട്രീയ അധ്യായത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നത്. ഏകദേശം 64 വർഷത്തോളം തമിഴ്നാട്ടിൽ ഒരുമിച്ച് പ്രവർത്തിച്ച രാഷ്ട്രീയ പാർട്ടികളാണ് DMKയും മുസ്ലിം ലീഗും. സംസ്ഥാനത്തെ ഏറ്റവും ദൈർഘ്യമേറിയതും വിശ്വസ്തവുമായ രാഷ്ട്രീയ കൂട്ടുകെട്ടുകളിൽ ഒന്നായിരുന്നു ഇത്. കരുണാനിധിയുടെ കാലം മുതൽക്കേ DMKയുടെ ഏത് പ്രതിസന്ധി ഘട്ടത്തിനും ഒപ്പം നിന്ന പാരമ്പര്യമാണ് മുസ്ലിം ലീഗിനുള്ളതും. എന്നാൽ സമീപകാലത്തുണ്ടായ രാഷ്ട്രീയ മാറ്റങ്ങളും ഭരണപരമായ വിയോജിപ്പുകളുമാണ് ലീഗിനെ ഇത്തരം ഒരു കടുത്ത തീരുമാനത്തിലേക്ക് നയിച്ചത്. തീരുമാനം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചുകൊണ്ട് KM ഖാദർ മൊയ്തീൻ വ്യക്തമാക്കിയത് 2026 നിയമസഭാ തിരഞ്ഞെടുപ്പിന് ശേഷം തമിഴ്നാട്ടിൽ രൂപീകരിക്കപ്പെട്ട വിജയുടെ TVK സർക്കാർ ജനവിധി പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊണ്ട് മികച്ച രീതിയിലാണ് പ്രവർത്തിക്കുന്നതെന്നാണ്. സംസ്ഥാനത്തിന് ദീർഘകാലാടിസ്ഥാനത്തിൽ ഒരു സ്ഥിരതയാർന്ന ഭരണം നൽകാൻ TVK സർക്കാരിന് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തമിഴ്നാടിന്റെ വികസനവും ജനങ്ങളുടെ താല്പര്യവും മുൻനിർത്തി TVK ഭരണത്തിന് പൂർണ്ണ പിന്തുണ നൽകാനാണ് പാർട്ടിയുടെ കൗൺസിൽ തീരുമാനിച്ചിരിക്കുന്നത്. ഈ രാഷ്ട്രീയ മാറ്റം പെട്ടെന്നുണ്ടായ ഒന്നല്ലെന്നും കൃത്യമായ ആസൂത്രണത്തോടെയാണ് ലീഗ് നീങ്ങിയതെന്നും ഖാദർ മൊയ്തീന്റെ വാക്കുകളിൽ നിന്നും വ്യക്തമാണ്. പ്രഖ്യാപനം പുറത്തുവിട്ടതിന് മുൻപ് തന്നെ DMK അധ്യക്ഷനും മുൻ മുഖ്യമന്ത്രിയുമായ MK സ്റ്റാലിനെ കണ്ട് ലീഗ് നേതൃത്വം തങ്ങളുടെ തീരുമാനം ഔദ്യോഗികമായി അറിയിച്ചിരുന്നു. വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പുകളിലും വരാനിരിക്കുന്ന എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളിലും TVK പിന്തുണയ്ക്കാനാണ് ഇവരുടെ തീരുമാനം. എന്നാൽ ഔപചാരികമായ ഒരു തിരഞ്ഞെടുപ്പ് സഖ്യത്തെക്കുറിച്ചുള്ള അന്തിമ പ്രഖ്യാപനം കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തദ്ദേശ ഉപതെരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിച്ചതിന് ശേഷം മാത്രമേ ഉണ്ടാകൂ എന്നും പാർട്ടി വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു. 2026 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നേരിട്ട വലിയ പരാജയത്തിന് പിന്നാലെ DMK ക്യാമ്പിനെ കൂടുതൽ തളർത്തുന്നതാണ് മുസ്ലിം ലീഗിന്റെ നാടകീയമായ പിന്മാറ്റം. തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിന് ശേഷം DMK സഖ്യത്തിൽ വലിയ വിള്ളലുകൾ വീണിരുന്നു. മുന്നണിയിലെ പല പ്രമുഖ കക്ഷികളും DMK നേതൃത്വത്തിന്റെ ഏകപക്ഷീയമായ തീരുമാനങ്ങളിലും വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളിലും അതൃപ്തരായിരുന്നു. ലീഗിന്റെ ഔദ്യോഗികമായ ഈ പിന്മാറ്റം DMKക്ക് രാഷ്ട്രീയമായി വലിയൊരു ആഘാതമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. തമിഴ്നാട്ടിലെ പ്രതിപക്ഷ രാഷ്ട്രീയത്തിൽ പുതിയ സമവാക്യങ്ങൾ രൂപപ്പെടാൻ ലീഗിന്റെ ഈ തീരുമാനം വഴിവെക്കും. വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി വിജയ് നേതൃത്വം നൽകുന്ന ഭരണസഖ്യത്തിന് ഇത് വലിയ തോതിൽ കരുത്തു പകരും. DMKയുടെ കീഴിലുള്ള മറ്റു ചില മുൻ സഖ്യകക്ഷികളും നിലവിൽ തങ്ങളുടെ രാഷ്ട്രീയ നിലപാടുകൾ പുനഃപരിശോധിച്ച് വരികയാണെന്നാണ് ചെന്നൈയിൽ നിന്നുള്ള രാഷ്ട്രീയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. മുസ്ലിം ലീഗ് മുന്നണി വിട്ടതോടെ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ മറ്റൊരു അവിശ്വസനീയമായ ചർച്ചയും സജീവമായിരിക്കുകയാണ്. തമിഴക രാഷ്ട്രീയത്തിൽ കഴിഞ്ഞ 5 പതിറ്റാണ്ടായി പരസ്പരം പോരടിക്കുന്ന 2 ദ്രാവിഡ ശക്തികളാണ് DMKയും AADMKയും. എന്നാൽ പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇവർ രണ്ടുപേരും ഒരുമിച്ചൊരു പുതിയ സഖ്യം രൂപീകരിക്കുമോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ശക്തമായി ഉയരുന്നത്. ഈ ചർച്ചകൾക്ക് വഴിമരുന്നിട്ടത് DMK ഓർഗനൈസിംഗ് സെക്രട്ടറി കൂടിയായ മുതിർന്ന നേതാവ് RS ഭാരതിയുടെ ഒരു വിവാദ പ്രസ്താവനയാണ്. ഭാവിയിൽ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ആവശ്യപ്പെടുകയാണെങ്കിൽ DMKയും AADMKയും ഒരുമിച്ച് പ്രവർത്തിക്കാൻ തീരുമാനിച്ചാൽ അതിൽ തെറ്റൊന്നുമില്ലെന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെട്ടത്. ഈ പരാമർശം തമിഴ്നാട്ടിലെ രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ വലിയ ഞെട്ടലുണ്ടാക്കിയിട്ടുണ്ട്. ഈ പ്രസ്താവനയ്ക്ക് പിന്നിൽ കൃത്യമായ ചില രാഷ്ട്രീയ കാരണങ്ങൾ ഉണ്ടെന്നാണ് നിരീക്ഷകർ വിലയിരുത്തുന്നത്. CPM സംസ്ഥാന സെക്രട്ടറി P. ഷൺമുഖം കഴിഞ്ഞ ദിവസം നടത്തിയ ഒരു പ്രസ്താവനയിൽ TVK നേതൃത്വത്തിലുള്ള സർക്കാർ അധികാരത്തിൽ വരുന്നതിന് തൊട്ടു മുൻപ് DMKയും AADMKയും തമ്മിൽ ഒരു രഹസ്യ സഖ്യത്തിന് നീക്കം നടത്തിയിരുന്നതായി ആരോപിച്ചിരുന്നു. ഇടതുപക്ഷ പാർട്ടികളെ കൃത്യമായ സമയത്ത് TVKക്ക് പിന്തുണ നൽകിയതുകൊണ്ടാണ് വിജയ് സർക്കാർ അധികാരത്തിലെത്തിയതെന്നും അതുവഴി DMKയുടെ പിന്തുണയോടെ ഒരു AADMK സർക്കാർ രൂപീകരിക്കപ്പെടുന്നത് തടയാൻ കഴിഞ്ഞുവെന്നുമാണ് CPM വാദിക്കുന്നത്. ഈ ആരോപണം വന്ന് കൃത്യം ഒരു ദിവസം കഴിഞ്ഞപ്പോഴാണ് RS ഭാരതിയുടെ അനുകൂല പ്രതികരണം ഉണ്ടായതും. ഇത് തമിഴ്നാട് രാഷ്ട്രീയത്തിൽ വലിയൊരു പുതിയ കൂട്ടുകെട്ടിന് അണിയറ നീക്കങ്ങളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. വിജയുടെ TVK എന്ന പുതിയ രാഷ്ട്രീയ ശക്തിയുടെ വരവ് തമിഴ്നാട്ടിലെ പരമ്പരാഗത ദ്രാവിഡ രാഷ്ട്രീയത്തിന്റെ വേരുകൾ അറക്കുന്ന രീതിയിലേക്കാണ് നീങ്ങുന്നത്. പതിറ്റാണ്ടുകളായി തമിഴ്നാട് മാറി മാറി ഭരിച്ചിരുന്ന DMK, AADMK എന്നീ പാർട്ടികൾക്ക് വിജയ് ഉയർത്തുന്ന ജനപ്രീതി ഒരുപോലെ ഭീഷണിയാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നിലനിൽപ്പിനായി ഈ 2 പരമ്പരാഗത ശത്രുക്കൾ പോലും ഒരുമിക്കാൻ ആലോചിക്കുന്നത്. മുസ്ലിം ലീഗിന്റെ പിന്മാറ്റം വെറും ഒരു മുന്നണി മാറ്റമല്ല, മറിച്ച് വരാനിരിക്കുന്ന കാലത്തെ തമിഴ്നാട് രാഷ്ട്രീയത്തിന് ദിശ നിർണ്ണയിക്കുന്ന ഒന്നാണ്. DMK നയിക്കുന്ന മുന്നണിയുടെ തകർച്ച പൂർണ്ണമാകുന്നതോടെ വിജയുടെ നേതൃത്വത്തിലുള്ള പുതിയ സഖ്യം സംസ്ഥാനത്ത് കൂടുതൽ ശക്തമാകും. വരും ദിവസങ്ങളിൽ പ്രഖ്യാപിക്കാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് തമിഴ്നാട്ടിലെ ഈ പുതിയ സഖ്യങ്ങളുടെ യഥാർത്ഥ ജനപിന്തുണ അളക്കുന്നതിനുള്ള ആദ്യത്തെ വലിയ വേദിയായി മാറുമെന്നതിലും തർക്കമില്ല.
നന്ദി.